കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. കയർ ബോർഡ് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും ചേർന്ന് വേട്ടയാടിയെന്നാണ് പരാമർശം. ഇവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് വൈരാഗ്യത്തിന് കാരണമായതെന്നും ജോളി മധുവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി. അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ ആൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു. അപ്പോൾ ഈ ശുക്ല കാശ് കൊടുത്ത് വിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഇയാൾ എന്തെഴുതുന്നോ അതുടനെ വിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും. അപ്പോൾ ശുക്ലയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിൻ്റെ റിവഞ്ചാണ് ഈ തീർക്കുന്നത് മുഴുവനും. അതുകൊണ്ട് തന്നെ ഇവരോടൊന്നും റിക്വസ്റ്റ് ചെയ്യാനും കാല് പിടിക്കാനും പോകാൻ ഞാനൊട്ട് തയ്യാറുമില്ല. അതിനിടെ തൊഴിൽ പീഡനം ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും മുൻപ് ജോളി മധു എഴുതിയ കത്ത് പുറത്തു വന്നു. ജോളി മധുവിന്റെ സംസ്കാരം ഇന്നിടപ്പള്ളി സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടക്കും. ജോളി മധുവിന്റെ ബന്ധുക്കളുടെ പരാതിക്ക് പിന്നാലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കയർ ബോർഡിന്റെ കൊച്ചി ആസ്ഥാനത്തെത്തും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ഇവർ എഴുതിയ കത്ത്, ശബ്ദ സന്ദേശം, ഇതെല്ലാം പുറത്തു വരുമ്പോൾ താൻ നേരിട്ട പീഡനം കൂടാതെ ഇതിൽ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ, അഴിമതിക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിലാണ് തന്നെ വേട്ടയാടിയതെന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജോളി തന്നെ ഒരു സുഹൃത്തിന് അയച്ചതാണ് ആ ശബ്ദ സന്ദേശം. അതിൽ കൃത്യമായി പേരുകൾ പറയുന്നുണ്ട്. മുൻ സെക്രട്ടറി ശുക്ല, അതോടൊപ്പം തന്നെ ചെയർമാൻ വിപുൽ ഗോയൽ, ഈ രണ്ടുപേരുടെ പേരുകളാണ് പ്രധാനമായി പറയുന്നത്. ഇവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇവർ തന്നെ വേട്ടയാടിയത്. തന്റെ ശമ്പളമടക്കം തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് ഇതുകൊണ്ടാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്ക് വേണ്ടി ഇവർക്കൊപ്പം അഴിമതിക്ക് കൂട്ടുനിന്ന് തനിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു നിലപാട് താൻ സ്വീകരിക്കില്ല എന്നും അവർ ഉറച്ച നിലപാട് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇനി ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് MSME വകുപ്പും കേന്ദ്ര സർക്കാരും ഒക്കെയാണ്. ഇതിനോടകം തന്നെ പ്രാദേശികമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ ശബ്ദ സന്ദേശം കൂടി ഉൾപ്പെട്ട് ഈ ആരോപണ വിധേയർക്ക് അന്വേഷണം നടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കേന്ദ്രമന്ത്രി തന്നെ നേരിട്ടെത്തുന്നുണ്ട്, പീയൂഷ് ഗോയൽ തന്നെ നേരിട്ടെത്തുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലും കുടുംബം ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസിനും മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റേതായ രീതിയിൽ അന്വേഷിക്കുമെന്നാണ് അറിയുന്നത്. ഈ പരാതി പറഞ്ഞിട്ടുള്ള ആളുകളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവമാണ്. 2016 മുതൽ ആരംഭിച്ച വേട്ടയാടലാണ്. അത് ഒരു അർബുദ ബാധിതയായിരുന്നു. അർബുദ ബാധിതയായി ജോലിയിൽ കഴിയുന്ന ആൾക്ക് സാധാരണഗതിയിൽ ട്രാൻസ്ഫർ ഒന്നും നൽകാത്തതാണ്. എന്നാൽ ആന്ധ്രാപ്രദേശിലേക്കാണ് ഇവരെ ട്രാൻസ്ഫർ ചെയ്തത്. അത് തന്നെ ഒരു വേട്ടയാടൽ നടപടിയാണ്. 5-6 മാസം ശമ്പളം തടഞ്ഞു സാഹചര്യമുണ്ടായി. ഇവർ ആശുപത്രിയിലെത്തി. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സെർബ്രൽ ഹെമറേജ് ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ഘട്ടത്തിൽ ICU റൂമിലേക്ക് പോലും ഇവരുടെ നില അന്വേഷിച്ച് അജ്ഞാത ഫോൺ സന്ദേശങ്ങൾ വന്നിരുന്നു. അതായത് ചില ആശങ്കകളൊക്കെ ഈ വേട്ടയാടിയ ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഫോൺ കോളുകൾ. എന്തായാലും കുടുംബം ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ ഇതിനോടകം തന്നെ ഈ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികളും ആരോപണങ്ങളും ഒക്കെ ഇന്ന് തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ കയർ ബോർഡിൽ നടക്കുന്നത് വലിയ അഴിമതി എന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ഓഫീസിലേക്ക് എത്തിയിട്ടുള്ള പരാതികൾ നമ്മൾ പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് കോടികളുടെ അഴിമതി ഈ ചെയർമാനും അതോടൊപ്പം തന്നെ മുൻ സെക്രട്ടറിയും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുണ്ടെന്നാണ്. അതിന്റെ കണക്കുകൾ സഹിതം, ടാബുലേറ്റ് ചെയ്ത കണക്കുകൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ആ പരാതിയിന്മേൽ ഒന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി ഈ കയർ ബോർഡിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായൊരു നടപടി വേണം. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു മോണിറ്ററിംഗ് നടക്കണം. അഴിമതി നടത്തിയവർക്കെതിരെ അല്ലെങ്കിൽ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് ജോളിയുടെ കുടുംബത്തിന്റെ ആവശ്യം. ഇന്ന് ഈ കയർ ബോർഡിലേക്ക് CITUവിന്റെ മാർച്ചുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ജോളി മധുവിന്റെ വഴക്കാലയിലുള്ള വീട്ടിലാണ്. ഇന്നലെയോടുകൂടിയാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇന്ന് 11 മണിയോടുകൂടി എടപ്പള്ളി ഫൊറോനയിലായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. അഴിമതിക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ വേട്ടയാടപ്പെട്ടു എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. അനുജ, ഇതിലിപ്പോൾ MSME മന്ത്രാലയം ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരൊരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ വിഷ്ണു. ആ അന്വേഷണം ഇതിനൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നില്ലേ? ഇന്നിപ്പോൾ പീയൂഷ് ഗോയൽ ഇങ്ങോട്ടേക്ക് എത്തുമെന്നൊക്കെ പറയുമ്പോഴും ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കുടുംബം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പലതവണ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. ഈ അന്വേഷണത്തിൽ കുടുംബത്തിന് വിശ്വാസമില്ല. പക്ഷേ അന്വേഷണം സമാന്തരമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ വിഷ്ണു.
അനുജ, അന്വേഷണത്തിൽ കുടുംബത്തിന് ഒരു തരത്തിലുള്ള വിശ്വാസമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പരാതി നേരത്തെ, അതായത് എത്രയോ മാസങ്ങൾക്ക് മുൻപ് ജോളി ഈ MSME മിനിസ്റ്റർക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിരുന്നു. അപ്പോഴൊന്നും അവർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അതാ ജോളിയുടെ മരണം സംഭവിച്ച അത് വാർത്തയായി വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഒരു അന്വേഷണ സമിതിയെ രൂപീകരിക്കാൻ പോലും ഈ MSME തയ്യാറായത്. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഈ അഴിമതിക്കൊക്കെ എവിടെയൊക്കെ ഉന്നത തലത്തിലുള്ള കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിലവിൽ അവർ ഗതികെട്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണ സമിതിയെ രൂപീകരിച്ചത്. അതിന്റെ അന്വേഷണം എങ്ങനെയായിരിക്കും, അവർ ആരിലേക്കെല്ലാം എത്തും, ആരെയൊക്കെ സംരക്ഷിക്കുമെന്നൊരു ആശങ്കയൊക്കെ ഈ കുടുംബത്തിനുണ്ട്. അവർ ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ തന്നെയാണ്. DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി കൊച്ചി സിറ്റി പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു. കൊച്ചി സിറ്റി പോലീസായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക. വിശദമായ അന്വേഷണം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഒപ്പം ഈ കയർ ബോർഡിൽ നടക്കുന്ന അഴിമതിക്ക് അതിനൊരു മോണിറ്ററിംഗ് വേണം, അഴിമതിക്കാരെ പിടികൂടാനൊരു നടപടി വേണം എന്നൊരു പൊതുവായ ആവശ്യം കൂടി ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. നാഥനില്ല കളരിയായി കയർ ബോർഡ് മാറുന്നു. അവിടെ എന്ത് നടന്നാലും ആരും ചോദിക്കാനില്ല. ചില മേലുദ്യോഗസ്ഥരുടെ കൈകളിലാണ് ആ ബോർഡ് ഒന്നാകെ ഇരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ അവസ്ഥ ഉണ്ടാകുന്നു. നിരവധി ജീവനക്കാരാണ് അവിടെ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോയിട്ടുള്ളതെന്ന് പറയുന്നു. അതായത് ചോദ്യം ചെയ്യുന്ന ആളുകളെ ദൂരപ്രദേശത്തേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഘട്ടത്തിൽ അവർ സ്വാഭാവികമായും റൂറൽ ഏരിയ, അതായത് നോർത്ത് ഇന്ത്യയുടെ റൂറൽ മേഖലകളിലേക്കൊക്കെയാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്തത്. ആ ഘട്ടത്തിൽ അവർ സ്വയം രാജിവെച്ച് പോവുക എന്നല്ലാതെ മറ്റു മാർഗ്ഗം അവർക്ക് ഉണ്ടാകാറില്ല. ജോളിയെയും അത്തരത്തിൽ ആന്ധ്രയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ആ ട്രാൻസ്ഫറിന്റെ ഒരു പശ്ചാത്തലം കൂടി അതിക്രൂരമായിരുന്നു. കാരണം 2016 മുതൽ അർബുദബാധിതയായി ചികിത്സയിലാണ്. DMO അടക്കം ഈ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇവരെ നിലവിൽ മറ്റിടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അവർക്ക് ഇവിടെ മെഡിക്കൽ എയ്ഡ് അടക്കം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലും പരിഗണിക്കാതെയാണ് ഈ ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് ട്രാൻസ്ഫർ ഉണ്ടായത്. ഒരു വേട്ടയാടൽ എന്ത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതിൽ വളരെ വ്യക്തമാണ്. അതിനെല്ലാം ഇനി മറുപടി പറയേണ്ടത് ഈ കയർ ബോർഡിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അവരുടെ ചെയർമാൻ അടക്കമുള്ള ആളുകളാണ്. ഈ കയർ ബോർഡ് ഈ MSME അന്വേഷണ സമിതിക്ക് അപ്പുറത്തേക്ക് പോലീസിന് മുൻപിൽ അവർ ഇക്കാര്യങ്ങളൊക്കെ മറുപടി നൽകേണ്ടി വരും. കേന്ദ്രമന്ത്രി വരുന്നു എന്നുള്ളതും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് കുടുംബത്തിന്. അവരുടെ ഇടപെടലൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അനുജ, ശരി, തൊഴിൽ പീഡനം, ഒപ്പം തന്നെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ വൈരാഗ്യം എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള ശബ്ദ സന്ദേശം, കത്ത്, ഇതെല്ലാമാണ് ജോളി മധുവിൻ്റെതായി നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെയാണ് ജോളി മധു നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകും, നടപടി ഉണ്ടാകുമോ എന്നൊക്കെയുള്ളതാണ് ഇനി അറിയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട